ഹലോ ഗൈസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് 15ാമത്തെ ചാപ്റ്ററാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? നമുക്ക് ആദ്യം നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിലൂടെ, ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ, ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ്, അതുപോലെ മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ പ്രോസസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സിസ്റ്റം, ആ ഒരു പ്രോസസ്സിലൂടെ, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനാണ്, ആ ഒരു സിസ്റ്റം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള കോസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. Process costing is the suitable only where the final product is the result of series of such process, that the output of one process passed on a raw material to next process and many otherwise be saleable as a finished product in the market. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്, ഒരു പ്രോസസ്സ് കഴിഞ്ഞു, ആ പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അടുത്ത പ്രോസസ്സിലെ ഇൻപുട്ട് ആയിരിക്കും. ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെ കോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഒരു ഫ്രീക്വൻറ്റ് പ്രോസസ്സിലൂടെ ഇങ്ങനെ റൺ ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്നുള്ളത് അടുത്ത പ്രോസസ്സിനുള്ള ഇൻപുട്ടായിരിക്കും. അതായത് ഒരു പ്രോസസ്സിൽ കംപ്ലീറ്റ് ചെയ്ത മെറ്റീരിയൽ ആയിരിക്കും അടുത്ത പ്രോസസ്സിൽ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുക. അതുപോലെ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജിനിയസ്. പ്രൊഡക്റ്റ് എപ്പോഴും പ്രോസസ് കോസ്റ്റിലും പ്രൊഡക്റ്റ് എപ്പോഴും സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമൽ മാനുഫാക്ചറിങ് പ്രോസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലോത്തിങ്, അത് നമ്മളെ കട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും, പിന്നെ അത് അടിക്കുന്ന ടൈഗറിങ് എന്നുള്ള പ്രോസസ്സിങ് ഉണ്ടാവും, പിന്നെ അത് പാക്കിംഗ് എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവും. ഇതുപോലെ മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് മേ ബി സെയിലബിൾ ഇൻ ദ മാർക്കറ്റ്. ചില സമയത്ത് എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോൾ സെല് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ദ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ മേ ഗിവ് റൈസ് ടു പ്രൊഡക്ഷൻ ഓഫ് ജോയിന്റ് ഓർ ബൈ പ്രൊഡക്റ്റ്. അതായത് ചില സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ ജോയിന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. ജോയിന്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിലൂടെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ജോയിന്റ് പ്രോഡക്റ്റ് എന്ന് പറയുക. ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു പ്രൊഡക്റ്റിന് വാല്യൂ വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ പ്രോസസ്സിനാണ് ബൈ പ്രൊഡക്റ്റ് എന്ന്, പ്രൊഡക്റ്റിനാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് പ്രോസസ് കോസ്റ്റിംഗ് നോർമലി ഉപയോഗിക്കുന്ന ചില ഇൻഡസ്ട്രീസ് ആണ്. ഒന്ന് കെമിക്കൽ, ഡിസ്റ്റിലറീസ്, ടെക്സ്റ്റൈൽ മിൽസ്, ഷുഗർ വർക്ക്സ്, സോപ്പ് മേക്കിംഗ്, പേപ്പർ മിൽസ്, ഫുഡ് പ്രോസസ്സിങ്, പെയിൻ മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനറീസ്, ക്യാനിങ് ബേക്കറീസ്, ഡയറി, മിൽക്ക് ഡയറി. ഇങ്ങനത്തെ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ കോസ്റ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ജോബ് കോസ്റ്റിംഗും അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ നോക്കാം. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ സ്പെസിഫിക് ജോബിന് അല്ലെങ്കിൽ സ്പെസിഫിക് കസ്റ്റമർ റിക്വയർമെൻറ്റിന് അഗേൻസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. എന്നാൽ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ്, ഒരു ജനറൽ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇൻഡിവിജ്വൽ ജോബിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പ്രോസസ്സിനാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ജോബ് കോസ്റ്റ് പറയുമ്പോൾ നോർമലി എന്താണ്, ഒരു പ്രോസസ് കോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജോബിന് വരുന്ന കോസ്റ്റാണ്. എന്നാൽ പ്രോസസ് കോസ്റ്റ് ആകുമ്പോൾ എന്താണ്, അത് പീരിയോഡിക് കോസ്റ്റാണ്. അതായത് ഒരു പ്രോസസ്സിൽ ഓരോ പീരീഡിലേക്ക് നമ്മൾ എത്ര എക്സ്പെൻസ് എന്നുള്ള ഒരു പീരിയോഡിക് ലെവലിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് മെഷർ ചെയ്യുക. ഇനി ജോബ് കോസ്റ്റിംഗ് നമുക്ക് ആവറേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ജോബിനും എത്ര ജോബ് കോസ്റ്റ് വന്നു എന്നുള്ളത് നമുക്ക് ഓരോ കോസ്റ്റ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റാണ് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1,00,000 രൂപ ചിലവ് വന്നു. ഇങ്ങനെ എന്താ, നമ്മൾ ഒരു യൂണിറ്റിന് എത്ര വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 1,00,000 ഡിവൈഡ് ബൈ 10,000 ചെയ്തതിനെ
ആവറേജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിൽ നോർമൽ എന്ത് ചെയ്യും, ഒരു ജോബിന് വരുന്ന എക്സസ് മെറ്റീരിയൽ അല്ലെങ്കിൽ സർപ്ലസ് മെറ്റീരിയൽ ഒന്നും മറ്റൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് വളരെ കുറവായിരിക്കും. പക്ഷെ എന്തായിരിക്കും, പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റേ കോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ് നോർമലി വർക്ക് ഇൻ പ്രോഗ്രസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൽ എപ്പോഴും നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. കാരണം പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല, കണ്ടിന്യൂസ് ആ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജോബ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ജോബാണ്. ആ ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യും, എപ്പോഴും കസ്റ്റമർ സ്പെസിഫിക് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രിക്റ്റ് കൺട്രോള് സൂപ്പർവിഷനൊക്കെ ആവശ്യമായിട്ട് വരും. എന്നാൽ എന്ത് ചെയ്യും, പ്രോസസ് കോസ്റ്റിംഗ് എപ്പോഴും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ കൺട്രോള് കമ്പാരിറ്റീവ്ലി കുറവ് മതിയാവും. ഈ ജോബ് കോസ്റ്റിംഗ് എപ്പോഴാണ് അപ്ലൈ ആവുക, ഒരു സ്പെഷ്യൽ പർപ്പസിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്വയർമെന്റിന്റെ ബേസിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് ജോബ് കോസ്റ്റിംഗ് നമുക്ക് അപ്ലിക്കബിൾ ആവുക. എന്നാൽ പ്രോസസ് കോസ്റ്റിംഗ് ഒരു കണ്ടിന്യൂസ് സീക്വൻഷ്യൽ പ്രൊഡക്ഷനിൽ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂണിഫോമൽ ഔട്ട്പുട്ട്, ഒരേപോലത്തെ ഔട്ട്പുട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടുക. അങ്ങനത്തെ പ്രോസസ്സിലാണ് നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ സീരീസ് ഓഫ് പ്രോസസ്സിലൂടെയാണ് ഈ പ്രോസസ്സസ് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പോസ്റ്റും മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്തെയും അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് പ്രോസസ്സിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിനും നമുക്ക് എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എങ്കിലേ ഓരോ പ്രോസസ്സിനും എത്ര പോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് അറിയാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനും നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ലെഡ്ജർ ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ എത്ര പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്തു നോക്കും. കാരണം ആ പ്രോസസ് കോസ്റ്റിംഗ് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ മെഷർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ ജോബ് ഓർഡർ മെത്തേഡ് എന്തെയും എപ്പോഴും അത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ആ സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രോസസ്സിലേക്കും ഇപ്പോൾ നമ്മളൊരു കട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ്, അതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു, അതുപോലെ തന്നെ എത്ര യൂണിറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യും, അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യും, ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് പറയുന്നത് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൽ ഇൻപുട്ടായിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നിപ്പോൾ. ഓക്കെ, ഇതിൽ ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കാം. ഫസ്റ്റ് വാട്ട് യു മീൻ ബൈ പ്രോസസ് കോസ്റ്റിംഗ്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ ഒരു ഹോമോജീനിയസ് അല്ലെങ്കിൽ ഒരു ജനറിക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ കോസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. മെൻഷൻ എനി 3 ഫീച്ചേഴ്സ് റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രീസ് വിച്ച് അഡോപ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? നമ്മൾ മാനുഫാക്ചറിങ്ങിലാണ് കാര്യമായിട്ട് പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം മാനുഫാക്ചറിങ് അവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ പ്രോസസ്സിന് ഔട്ട്പുട്ട് എന്നുള്ളത് അടുത്ത പ്രോസസ്സിന് ഇൻപുട്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് നോക്കാം. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതായത് ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആ പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വഴി തന്നെ ഓരോ പ്രോസസ്സിനും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതൊരു പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിലെന്ത് ചെയ്യും, നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും എന്തൊക്കെ കാറ്റഗറി എത്ര കോസ്റ്റ് ടോട്ടൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഓരോ പ്രോസസ് വൈസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് എത്ര യൂണിറ്റ് ഈ പ്രോസസ്സിൽ കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കിയിട്ട് അത് ആവറേജ് ചെയ്തിട്ട് പെർ യൂണിറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്സുകളാണ് എല്ലാ എക്സ്പെൻസിനും. ഇപ്പോൾ ഏതൊക്കെ റോ മെറ്റീരിയൽ യൂസ് ചെയ്തതെല്ലാം അതിലേക്ക് ഡെബിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ ആ കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് പ്രോസസ് എക്സ്പെൻസുകൾ, ഡയറക്റ്റ് അതർ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്ത് വെക്കും.
അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിന് വന്നിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്ത് വന്നു. പിന്നെ ക്രെഡിറ്റ് എന്താണ്? ക്രെഡിറ്റ് എന്ത് ചെയ്യും? അതിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സ്ക്രാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, റീസെയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്ക്രാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടോട്ടൽ ഡെബിറ്റ് നമ്മൾ ടോട്ടൽ കോസ്റ്റും, ക്രെഡിറ്റ് നമുക്ക് എന്തെങ്കിലും മൈനസ് ചെയ്യാനുണ്ടെങ്കിൽ ആ എമൗണ്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സ് അക്കൗണ്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോസസ് അപ്പം നോക്കുമ്പോൾ 10,000 രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ യൂണിറ്റിനും 10 രൂപ ആ ഒരു പ്രോസസ്സിൽ കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് മെറ്റീരിയൽ, വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്. പിന്നെ എന്ത് ചെയ്തു? ഇത് ടോട്ടൽ ഇതാണ് ടോട്ടൽ എക്സ്പെൻസ്. ഈ ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യും? അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇനി പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ സെയിം എമൗണ്ട് കൂടി ഡെബിറ്റിൽ വന്നു. പിന്നെ ആ പ്രോസസ്സിൽ എന്ത് ചെയ്യും? ബി എന്നുള്ള പ്രോസസ്സിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, മറ്റു ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ് ഒക്കെ ആഡ് ചെയ്തു. ഇതെന്ത് ചെയ്തു? ടോട്ടൽ അടുത്ത പ്രോസസ്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെന്ത് ചെയ്തു? അടുത്ത പ്രോസസ്സിൽ ഇത് ഡെബിറ്റ് ചെയ്തു. പിന്നെ ആ പ്രോസസ്സിൽ വന്നിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ്, ഡയറക്റ്റ് വേജ്, ഓവർ ഹെഡ്, ഇതൊക്കെ എന്ത് ചെയ്തു? അടുത്ത പ്രോസസ്സിലേക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും? ലാസ്റ്റ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്നുള്ള പ്രോസസ്സാണ്, അതിലേക്ക് എന്ത് ചെയ്തു? ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സിലും നമ്മൾ എന്താണ് ടോട്ടൽ ഇൻപുട്ട് എന്നുള്ളതും എന്താണ് അവിടുത്തെ ഔട്ട്പുട്ട് എന്നുള്ളതും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമുക്ക് ഈ പ്രോസസ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട്, ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട്, ഈ പ്രോസസ്സിലേക്ക് ഇൻപുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് പ്രോസസ്സിൽ ഔട്ട്പുട്ട് എപ്പോഴും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ക്രഷിംഗ് ഉള്ള പ്രോസസ്സ് ചെയ്തു. ടോട്ടൽ ഫസ്റ്റ് പ്രോസസ്സിൽ എന്തൊക്കെ കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്തു അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ സ്ക്രാപ്പുകൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ബാക്കി എമൗണ്ട് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പം ആ ഒരു കോസ്റ്റ് ഇവിടെ ഇൻപുട്ടായിട്ട് വന്നു. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സിൽ എന്തൊക്കെ? ലേബർ ആഡ് ചെയ്തു, ഇലക്ട്രിസിറ്റി ആഡ് ചെയ്തു, മെറ്റീരിയൽ ആഡ് ചെയ്തു, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വന്നു. ഇതുപോലത്തെ രണ്ടാമത്തെ പ്രോസസ്സിൽ വന്നിട്ടുള്ള ഇപ്പോൾ റിഫൈനിങ് എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ. അതിന് എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബൈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അടുത്ത പ്രോസസ്സിലേക്ക് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഫിനിഷിംഗ് പ്രോസസ്സ്. ഇനി എന്ത് ചെയ്തു? ഫിനിഷിംഗ് പ്രോസസ്സിലേക്ക് എന്തൊക്കെ പ്രോസസ്സ് നമ്മൾ ആഡ് ചെയ്തു? ലേബർ, പവർ, റിപ്പയർസ് ആൻഡ് മെഷീനറി, ഇതെല്ലാം ഫിനിഷ്ഡ് പ്രോസസ്സിലേക്ക് ആഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്തു? നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അക്കൗണ്ടിലേക്ക്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രോസസ് അക്കൗണ്ട് വർക്ക് ചെയ്തത്. ഓക്കെ, നമുക്ക് പ്രോസസ് ലോസ് എന്താണെന്ന് നോക്കാം. പ്രോസസ് ലോസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമലി ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ലോസ്, ചിലപ്പോൾ മെറ്റീരിയൽ ലോസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലേബർ ലോസ് വന്നിട്ടുണ്ടാവും. ഈ ഒരു ലോസിനെ നമ്മൾ പ്രോസസ് ലോസ് എന്ന് പറയാം. പ്രോസസ് ലോസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നോർമൽ പ്രോസസ് ലോസും അബ്നോർമൽ പ്രോസസ് ലോസും. നോർമൽ പ്രോസസ് ലോസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ആ കോസ്റ്റിലേക്ക്, ആ പ്രോസസ്സിൻ്റെ കോസ്റ്റിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ നോർമൽ കോസ്റ്റ് ഒരു ക്ലോത്തിന് ചെയ്യുമ്പോൾ നോർമലി ചിലപ്പോൾ അവിടെ കട്ടിങ് വേസ്റ്റുകൾ വരും. അപ്പം എന്ത് ചെയ്യും? അത് ആ പ്രോസസ്സിൻ്റെ നോർമൽ വേസ്റ്റാണ്. ആ നോർമൽ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ കോസ്റ്റിലേക്ക് തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കും. നോർമൽ പ്രോസസ് ലോസിന് നമ്മൾ അൺഅവോയ്ഡബിൾ സ്പോയിലേജ് എന്ന് പറയും. കാരണം അൺഅവോയ്ഡബിൾ ആണത്. കാരണം അത് എത്ര നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എത്ര എഫിഷ്യൻ്റ് ആക്കിയാലും ആ ഒരു ലോസ് നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അൺഅവോയ്ഡബിൾ ആണ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നോർമൽ പ്രോസസ് ലോസ്, അതിൻ്റെ ലോസ് നമ്മൾ പ്രോസസ് കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് ടോട്ടൽ യൂണിറ്റിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഇനി അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റാഫിൻ്റെയോ
അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെയോ മറ്റോ റീസൺ കൊണ്ട് അബ്നോർമലായിട്ട്, കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് 100 യൂണിറ്റാണ് ലോസ് വരിക. ചില കേസിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ 1000 യൂണിറ്റ് ലോസ് വന്നിട്ടുണ്ട്. ഇതൊരു അബ്നോർമലാണ്. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് 100 അതിനെക്കാട്ടും ഒരുപാട് കൂടുതൽ വന്നിട്ടുണ്ട്. അത് അബ്നോർമലാണ്. അബ്നോർമൽ ലോസ് വരാൻ കാരണം എന്തെങ്കിലും പ്രോസസ് ഫെയിലിയറോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ലേബർ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രോബ്ലം എന്തെങ്കിലും ഒക്കെ കൊണ്ടായിരിക്കും അബ്നോർമൽ പ്രോസസ് ലോസ് വരിക. ഈ അബ്നോർമൽ പ്രോസസ് ലോസ് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുക. ഇത് ബാലൻസ് അബ്നോർമൽ ലോസ് ഈസ് ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ അബ്നോർമലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രോസസ് ലോസ് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അബ്നോർമൽ ലോസ് കാണാൻ പറ്റും. അബ്നോർമൽ ലോസ് നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത്, അതായത് അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കാരണം ഇത് ഈ അബ്നോർമൽ ലോസ് നമുക്ക് ഡയറക്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ ലോസ് ആയിട്ട് അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ലോസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് മറ്റെന്തോ റീസൺ കൊണ്ട് കമ്പനീൻ്റെ ഇന്റേണൽ റീസൺ കൊണ്ട് വന്നിട്ടുള്ള ലോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് അബ്നോർമൽ ലോസ് ഇപ്പോഴും ചാർജ് ചെയ്യുക. പിന്നെ അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സിന് നമ്മൾ 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ എംപ്ലോയീസ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു, പ്രോസസ്സൊക്കെ വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 130 യൂണിറ്റ് എന്ത് ചെയ്യും ഒരു മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറയാം, അതായത് അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. അതായത് നമ്മളെ എംപ്ലോയീസിൻ്റെ എഫക്റ്റീവ്നെസ് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്റേണൽ റീസൺ കൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അബ്നോർമൽ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. ഇതെന്ത് ചെയ്യും, നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. ടോട്ടൽ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്കാണ് എല്ലാ അബ്നോർമൽ ഗെയിനും നമ്മൾ ചാർജ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, അബ്നോർമൽ ഗെയിൻ്റെ ബാലൻസ് എമൗണ്ട് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അവസാനമായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ പറ്റും ഈ പ്രോസസ് അക്കൗണ്ട് ഇത് അബ്നോർമലായിട്ട് വന്നിട്ടുള്ള ഗെയിനാണ് 740. ഇതിനെന്ത് ചെയ്യും, നോർമൽ ലോസ് വന്നിട്ടുള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബാലൻസ് വന്നിട്ടുള്ള അബ്നോർമൽ ഗെയിനിൻ്റെ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സെക്യൂർ പ്രോഗ്രസ് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ പ്രോസസ് ലോസ്? എന്തായിരുന്നു പ്രോസസ് ലോസ്? ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രോസസ്സിൽ വന്നിട്ടുള്ള മെറ്റീരിയലോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലോസിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയാം. ലിസ്റ്റ് 3 കോസസ് ഓഫ് അബ്നോർമൽ പ്രോസസ് ലോസ്. അബ്നോർമൽ പ്രോസസ് ലോസിൻ്റെ കാരണങ്ങൾ എന്തെങ്കിലും 3 കാരണങ്ങൾ എന്തായിരിക്കും? ചിലപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ എന്താകും, എംപ്ലോയീസിൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി കുറവായതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിൻ്റെ സൂപ്പർവൈസിങ് കുറവായതുകൊണ്ടായിരിക്കും. പിന്നെ വാട്ട് ഈസ് അബ്നോർമൽ എഫക്റ്റീവ്നെസ്? എന്തായിരുന്നു അബ്നോർമൽ എഫക്റ്റീവ്നെസ്? നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓരോ പ്രോസസ്സിലേക്കും പ്രോസസ് എ അക്കൗണ്ട്, പ്രോസസ് ബി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രോസസ്സിലേക്കും വന്നിട്ടുള്ള എക്സ്പെൻസുകൾ കംപ്ലീറ്റ് ഡെബിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് അവിടെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഡെബിറ്റ് ചെയ്തു. അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയായിട്ട് ഒരു പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അതായത് ഡെബിറ്റിന് നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അത് ഡെബിറ്റും,
ക്രെഡിറ്റിൽ നമ്മളെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഡിഡക്ഷൻ ഉണ്ടോ? ഇപ്പോൾ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ നോർമൽ ലോസ് ഇതൊക്കെ ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് ആക്കി ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് അത് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് എക്സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് കൂടെ അതിനൊന്ന് വായിച്ചു പോവത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് സമ്മപ്പ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പ്രോസസ് കോസ്റ്റിംഗ് എന്തായിരുന്നു? പ്രോസസ് കോസ്റ്റിംഗ് എന്തായിരുന്നു? ഒരു പ്രൊഡക്ഷൻ മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ പാസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കോസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ്. അതായത് നമ്പർ ഓഫ് പ്രോസസ്സിനോട് ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദ പ്രൊഡക്ഷൻ വിൽ ബിക്കം, അതായത് ഒരു മെറ്റീരിയൽ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എപ്പോഴും സ്റ്റാൻഡേർഡൈസ്ഡും ഹോമോജീനിയസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രോസസ് അക്കൗണ്ടിങ്ങിൽ എല്ലാ പ്രോസസ്സിനും നമ്മളൊരു സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്തൊക്കെ ആ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അത് ഡെബിറ്റ് സൈഡിലും എന്തൊക്കെ ആ പ്രോസസ്സിലേക്ക് ഔട്ട് കൊടുക്കുന്നുണ്ടോ അതൊക്കെ ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രോസസ് ലോസ് നോർമൽ പ്രോസസ് ലോസ് ഉണ്ടായിരിക്കാം, അബ്നോർമൽ പ്രോസസ് ലോസ് ഉണ്ടായിരിക്കാം. നോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിലേക്ക് തന്നെ ആഡ് ചെയ്യും. എന്നാൽ അബ്നോർമൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെഡ്ജർ കീപ്പ് ചെയ്തിട്ട് അത് അവസാനം കോസ്റ്റിംഗ് പ്രോഫിറ്റ് അതേഴ്സ് അക്കൗണ്ടിലേക്കാണ് അബ്നോർമൽ പ്രോസസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ചില കേസിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവായിട്ട് കൂടുതൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുക. ഈ അബ്നോർമൽ എഫക്റ്റീവ്നെസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് നമ്മളൊരു പീരിയഡ് എന്തിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇതിൽ ഉപയോഗിച്ചുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാ കീവേഡ്സ് നോക്കാം. അബ്നോർമൽ പ്രോസസ് ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോസസ് ലോസിനെക്കാട്ടും കൂടുതൽ പ്രോസസ് ലോസ് വരുന്ന സിറ്റുവേഷനാണ് അബ്നോർമൽ പ്രോസസ് ലോസ്. ഇനി അബ്നോർമൽ ഗെയിൻ പറഞ്ഞാൽ അബ്നോർമൽ ലോസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ബൈ പ്രൊഡക്റ്റ് എന്തായിരുന്നു? ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിലൂടെ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യും? ബൈ പ്രൊഡക്റ്റ് ആകുമ്പോൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുതലും മറ്റു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഇതുപോലത്തെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. എന്നാൽ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആകുമ്പോഴും ബൈ പ്രൊഡക്റ്റ് പോലെ തന്നെ, പക്ഷെ എല്ലാ പ്രൊഡക്റ്റിനും അവിടെ ഏകദേശം ഒരേപോലത്തെ വാല്യൂ ആയിരിക്കും ജോയിൻറ്റ് പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓയിൽ റിഫൈനർ കൺസിഡർ ചെയ്ത് നമുക്കറിയാൻ പറ്റും. ഓയിൽ റിഫൈനർ ആകുമ്പോൾ നമ്മൾ പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പ്രോസസ്സിലൂടെ തന്നെ പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും, ഡീസൽ പ്രൊഡ്യൂസ് ചെയ്യും, മറ്റേ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, മറ്റ് കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ എന്തായിരുന്നു? ജോയിൻറ്റ് കോസ്റ്റാണ്, ജോയിൻറ്റ് പ്രൊഡക്റ്റാണ്. എന്നാൽ ബൈ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, ഒരു കീ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യും? ഒരു റിലേറ്റീവ് വളരെ ചെറിയ വാല്യൂ ഉള്ള മറ്റൊരു പ്രൊഡക്റ്റും കൂടെ അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഇൻ ലാർജ് സ്കെയിൽ. അതായത് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനാണ് മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുക. ഈ നോർമൽ ഔട്ട്പുട്ട് എന്താണ്? അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടിനാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനാണ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഏത് പ്രോസസ്സിനും സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് വരുന്ന പ്രോസസ് ലോസിനാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയാം. പിന്നെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ എ മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ് ഓഫ് മാനുഫാക്ചർ. അതായത് ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ഓരോ പ്രോസസ്സിനായിരിക്കും. എന്നിട്ട് ആ പ്രോസസ്സിൽ എത്ര യൂണിറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ആ ടോട്ടൽ കോസ്റ്റ് നമ്മൾ യൂണിറ്റിലേക്ക് ആവറേജ് ആവും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.